മുസ്ലിം സംഘടന എന്ന നിലയിൽ ഇങ്ങനൊരു പരിപാടി തന്നെ നടത്തിയാൽ അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ജിഹാദായി പോകുമോ എന്ന പേടിയിലാണ് ഇന്നുള്ളത്. രാവിലെ നടക്കാനിറങ്ങിയാൽ, മോർണിംഗ് വാക്കിനിറങ്ങിയാൽ 4 ആളുകൾ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഏതെങ്കിലും ഒരു ജിഹാദായി പോകുമോ എന്ന് ഭയപ്പെടണം. കാരണം ഏതോ 4 ചെറുപ്പക്കാർ കൂടി കുറച്ച് സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് വ്യായാമ മുറകൾ പരിശീലിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ പോലും പറയാൻ തുടങ്ങി, ഇത് ഏതോ ജിഹാദിൻ്റെ, തീവ്രവാദത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ ഭാഗമാണ് എന്ന്. മുസ്ലിം സമുദായത്തെ ഏത് വിഷയത്തെക്കുറിച്ച് അഭിമുഖീകരിക്കുമ്പോഴും എല്ലാവർക്കും കൊട്ടാനുള്ളൊരു ചെണ്ടയായി മുസ്ലിം സമുദായത്തെ മാറ്റുന്നത് ഇന്ത്യയിലെ ഫാസിസ്റ്റുകളാണെങ്കിൽ അതിൽ നമുക്ക് സഹിക്കാം. പക്ഷെ മതേതര വിശ്വാസികളായ ആളുകളിൽ നിന്ന് പോലും അത്തരം അബദ്ധങ്ങൾ ഉണ്ടാകുന്നത് അബദ്ധമല്ല, അത് ഈ സമുദായത്തോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന ദുഃഖകരമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാമോഫോബിയ എന്നത് അല്ല, എല്ലാ മതഫോബിയകളും ലോകത്ത് അതിൻ്റെ പ്രയോക്താക്കൾ ആരെന്ന് ചോദിച്ചാൽ അക്രമ ഭരണകൂടവും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുമാണ് ലോകത്ത് എല്ലായിടത്തും ഇസ്ലാമോഫോബിയയുടെയും മതഫോബിയകളുടെയും പ്രയോക്താക്കളും അതിൻ്റെ ലാഭം കൊഴിയുന്നവരും എന്നത് നാം മനസ്സിലാക്കണം. ലോകത്ത് ഇസ്ലാമോഫോബിയക്ക് 3-4 ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ക്രൈസ്തവ യൂറോപ്പാണ് ലോകത്ത് ആദ്യമായിട്ട് ഇസ്ലാമോഫോബിയക്ക് തുടക്കം കുറിക്കുന്നത്. അതിനെന്താണ് കാരണം? മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ ഒരു ചിത്രമുണ്ട്. നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരെ അന്ധമായ അന്ധവിശ്വാസത്തിൻ്റെ പിൻബലത്തോടുകൂടി കൊന്നൊടുക്കിയിട്ടുള്ള യൂറോപ്പിലെ ഒരു ഭരണകൂടത്തിൻ്റെ, ചൂഷണ ഭരണകൂടത്തിൻ്റെ ഒരു ചരിത്രം മറക്കാൻ പാടില്ലാത്തതാണ്. ആ കാലഘട്ടത്തിൽ ഏഷ്യയിലെ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇസ്ലാമിൻ്റെ പ്രചരണം അതിശക്തമായി നടക്കുകയും ഇസ്ലാമിൻ്റെ വക്താക്കളായി ആളുകൾ മുന്നോട്ട് വരികയും അവർ ശാസ്ത്രരംഗത്ത്, സാങ്കേതിക രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത് അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നൊരു ചിത്രമുണ്ട് ലോകത്ത് മധ്യകാലഘട്ടത്തിൽ. ആ സമയത്ത് യൂറോപ്പിലെ ഭരണകൂടത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പാവം മനുഷ്യരെ നികുതി ഭാരം കൊണ്ട് അവരുടെ മുതുകൊടിച്ച് പണമുള്ളവന് മാത്രം മതത്തിൻ്റെ സ്ഥാനങ്ങൾ നൽകി, പണമുള്ളവന് മാത്രം പരലോക ജീവിതം പോലും സുന്ദരമാക്കുന്ന, സമാധാനപൂർണമാക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുത്ത യൂറോപ്പിലെ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ കാലത്തും, ലോകത്ത് എല്ലാ കാലത്തും ഒരു ശത്രുവിനെ ഉണ്ടാക്കിയാലാണ് പീഡിതന്മാർക്ക് അതുപോലെ തന്നെ ചൂഷകന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക. അതിൻ്റെ ഭാഗമായിരുന്നു 200 വർഷക്കാലം നീണ്ടുനിന്ന കുരിശുയുദ്ധം എന്ന് പറയുന്നത്. ഫലസ്തീനിലെയും പരിസര പ്രദേശത്തെയും ക്രൈസ്തവ സഹോദരിമാരെ മുസ്ലിങ്ങൾ ബലാത്സംഗം ചെയ്യുന്നു. ജെറൂസലേം സന്ദർശിക്കാൻ പോകുന്ന ക്രൈസ്തവരെ മുസ്ലിം ഭരണകൂടം പീഡിപ്പിക്കുന്നു. ഇത്തരം പ്രചരണങ്ങൾ, പ്രചണ്ഡമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് യൂറോപ്പിലെ ക്രൈസ്തവരുടെ മറ്റെല്ലാം മറപ്പിച്ച്, ദാരിദ്ര്യത്തെയും അജ്ഞതയെയും ലോകത്ത് രാജ്യത്തിൻ്റെ പുരോഗതിയില്ലായ്മയെയും എല്ലാം മറപ്പിച്ച് ഒരു മതവികാരം ആളിക്കത്തിച്ചുകൊണ്ടാണ് കുരിശ് യുദ്ധത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ക്രൈസ്തവ ചെറുപ്പക്കാരെ യൂറോപ്പിലെ ക്രൈസ്തവ ഭരണകൂടം സജ്ജമാക്കുന്നത്. ഫലമെന്താ? ഫലം സ്വതവേ തകർന്നടിഞ്ഞ യൂറോപ്പിൻ്റെ കൂടെ തന്നെ
ഏഷ്യയിലുണ്ടായിരുന്ന മുസ്ലിം രാജ്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാൻ അവർക്ക് സാധിച്ചു എന്നല്ലാത്ത മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്ലാമോഫോബിയയുടെ തുടക്കം അവിടെയാണ്. രണ്ടാമത്, ഇസ്ലാമോഫോബിയ നാം കാണുന്ന ശീതയുദ്ധകാലത്താണ്. ശീതയുദ്ധകാലത്ത് USSRും അമേരിക്കയും തമ്മിലുള്ള ആ പോരാട്ടം അതവസാനിച്ചു. 1990കളുടെ തുടക്കത്തിൽ USSRന്റെ പതാക താഴ്ത്തി അമേരിക്ക മാത്രമായി ലോകത്ത്. പക്ഷേ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആയുധ കച്ചവടത്തിലൂടെ മാത്രമാണ്. പ്രകൃതി വിഭവങ്ങളെക്കാൾ അപ്പുറത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് വരുന്ന ഡോളറുകളുടെ ആയുധ കച്ചവടത്തിലൂടെയാണ്. അതിൻ്റെ മുമ്പ് 1948 ഇന്ത്യ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രം നിലവിൽ വരികയുണ്ടായി. ഏറ്റവും തമ്മാടി രാഷ്ട്രം ലോകത്ത് നിലവിൽ വരികയുണ്ടായി. അതാണ് ഇസ്രായേൽ. അത് ഉറച്ച് പറഞ്ഞാൽ, അത് ഉച്ചത്തിൽ പറഞ്ഞാൽ തീവ്രവാദിയാണെങ്കിൽ ഞങ്ങൾ തീവ്രവാദികളാണ്, ഒരു സംശയവുമില്ല. ഇസ്രായേൽ അക്രമ ഭരണകൂടമാണ്, തമ്മാടി രാഷ്ട്രമാണ്. ഇസ്രായേൽ വൃത്തികെട്ട രാഷ്ട്രമാണ് എന്ന് പറയേണ്ടത് പൗരബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ആരുടെയും ബാധ്യതയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇസ്രായേൽ നിലവിൽ വന്നപ്പോൾ ലക്ഷക്കണക്കിന് അറബികളെ ആട്ടിയോടിച്ച് ഫലസ്തീനിലെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ, അറബികളെ ആട്ടിയോടിച്ചിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രം നിലവിൽ വരുന്നത്. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പീഡിതരാണ്, ഞങ്ങളെ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കൽ അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഹമാസ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഫലസ്തീനിലെ പോരാളികൾ, ഇവരെയൊക്കെയും തീവ്രവാദികളായിട്ട്, ഭീകരവാദികളായിട്ട് ചിത്രീകരിച്ചത്. കാരണം ലോകത്തിൻ്റെ മുന്നിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജാരസന്തതിക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു ശത്രുവിനെ കാണിക്കണം. ആ ശത്രു ആരാണ്? സ്വന്തം നാട്ടിന് വേണ്ടി പടപൊരുതുന്ന പാവം ഫലസ്തീനികൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദം. ഏതാ ഇസ്ലാമിക ഭീകരവാദം? സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ച മനുഷ്യർ, നിരായുധരായ പാവം മനുഷ്യർ ഇന്തിഫാദ തുടങ്ങി, കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. അവരാണ് തീവ്രവാദികൾ, അവരാണ് ഇസ്ലാമിക തീവ്രവാദികൾ. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക തീവ്രവാദികൾ ആരെന്ന് ചോദിച്ചാൽ, സ്വന്തം ജനിച്ച മണ്ണിന് വേണ്ടി നിരായുധരായി കല്ലെടുത്ത് പോരടിക്കുന്ന ഇന്തിഫാദയുടെ മക്കളായ ഫലസ്തീനിന്റെ മക്കളെയാണ് ലോകം ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് വിളിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശീതയുദ്ധത്തിന്റെ പരിസമാപ്തിയോടുകൂടി അമേരിക്കക്ക് തങ്ങളുടെ ആയുധം വിൽപ്പന നടത്തണമെങ്കിൽ ലോകത്തൊരു ശത്രുവിനെ കാണിക്കണം. ആ ശത്രുവാണ് ഇസ്ലാം. വെറുതെ ഇസ്ലാമിനെ ശത്രുവാക്കി കാണിച്ചാൽ പോരാ, ലോകത്തുള്ള മുഴുവൻ തീവ്രവാദ ശക്തികളും, ഇത് ലോകത്തിൻ്റെ മുന്നിൽ അത്യുച്ചത്തിൽ വിളിച്ചു പറയേണ്ട സമയമെന്നോ അതിക്രമിച്ചിരിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ മുസ്ലിം തീവ്രവാദ ശക്തികളുടെയും പിന്നിൽ അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. താലിബാൻ, ബൊക്കോ ഹറാം, അൽ ഷബാബ്, ISIS, എല്ലാ തീവ്രവാദ സംഘടനകളുടെയും പിന്നിൽ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളാണ്. എന്താണ് കാരണം? ഇവരൊക്കെ ഉണ്ടെങ്കിലേ, ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആയുധ കച്ചവടത്തിന്, കോപ്പ് കൂട്ടാനുള്ള യുദ്ധങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അതിന് ശീതയുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ശേഷം അമേരിക്കൻ സാമ്രാജ്യത്വം കണ്ടുപിടിച്ച പുതിയ ഒരു ഉൽപ്പന്നമായിരുന്നു ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ എന്ന് പറയുന്നത്. പലരെയും വിലക്കെടുത്തു, എന്നിട്ട് പലയിടത്തും ബോംബ് പൊട്ടിച്ചു, പലയിടത്തും സ്ഫോടനങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ നോക്കുക, ലോകത്തെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ എവിടെയാ ബോംബിട്ടത്? എവിടെയാ ആക്രമണം നടത്തിയത്? ഇറാഖിലെ സുന്നി പള്ളിയിൽ ഷിയ തീവ്രവാദികൾ ബോംബിട്ടിരിക്കുന്നു. മരിക്കുന്നതാരാ? മുസ്ലിങ്ങൾ.
കുവൈത്തിൽ സുന്നി പള്ളിക്ക് നേരെ ഷിയാക്കൾ ബോംബെറിക്കുന്നു. ഹൂത്തികൾ സൗദിക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നു. ഇവിടെയൊക്കെ മരിക്കുന്നതാരാ? മുസ്ലിങ്ങൾ. ആയുധം വിൽക്കുന്നതാരുടെയാ? അമേരിക്കയുടേത്. ഇതാണ് ഇസ്ലാമോഫോബിയ. ഇല്ലാത്തൊരു ശത്രുവിനെ പടച്ചുണ്ടാക്കുക, എന്നിട്ട് ആ ശത്രുവിന്റെ പേര് പറഞ്ഞ് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും അതിമനോഹരമായ തീരങ്ങളുടെ കേന്ദ്രമായ ഇറാഖിനെ തരിപ്പണമാക്കി. ഗദ്ദാഫിയുടെ ലിബിയെ തരിപ്പണമാക്കി. ഇന്നിതാ അവസാനം സിറിയ എന്ന് പറയുന്ന ലോകത്തെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലവും പൊറ്റില്ലവുമായിരുന്ന സിറിയ എന്ന രാജ്യം ഒന്നുമല്ലാതായി തീർന്നു, തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പുരോഗമനാത്മകമായി ചിന്തിച്ചിരുന്ന ജനതയാണ് അഫ്ഗാൻ ജനത. നിങ്ങൾ UAE പോവുക, അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എവിടെയും പോവുക, നല്ല ഉയരമുള്ള ആരോഗ്യമുള്ള ചില മനുഷ്യരെ കാണാം. അവർ അഫ്ഗാനികളാണ്, പാവങ്ങളാണ്, നല്ല വിദ്യാസമ്പന്നരാണ്. പക്ഷേ അഫ്ഗാൻ ഇന്ന് തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ്. ആരാണ് ഈ തീവ്രവാദം ഉണ്ടാക്കിയത്? അവിടെയാണ് ശീതയുദ്ധകാലത്തിന്റെ ശേഷം ആയുധ കച്ചവടത്തിന് കോപ്പുകൂട്ടാൻ അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ലോകാടിസ്ഥാനത്തിൽ ഈ ഇസ്ലാമോഫോബിയക്ക് വേണ്ടി മുസ്ലിം തീവ്രവാദ ശക്തിയുണ്ട്. ആർക്ക് വേണ്ടി? മറ്റാർക്കും വേണ്ടിയല്ല, തങ്ങളുടെ ജാരസന്തതിയായ ഇസ്രായേലിന് വേണ്ടി. ലോകത്ത് സാമ്രാജ്യത്വ ശക്തികളുടെ ജാരസന്തതിയായ ഇസ്രായേലിന് വേണ്ടിയാണ്, ഈ ആയുധ കച്ചവടത്തിന് കോപ്പുകൂട്ടാനാണ് ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിയക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ രംഗത്ത് കൊണ്ടുവന്നത്. എങ്ങനെയാ ഈ പ്രചരണത്തിന്, ഇസ്ലാമോഫോബിയക്ക് ഇത്രയേറെ പ്രചരണം കിട്ടുന്നത്? ഒരു കള്ളം അടിച്ചു വിടുക. അത് ഗീബൽസിന്റെ ഒരു തിയറി ഉണ്ട്. ഒരു കള്ളം 100 വട്ടം പറഞ്ഞാൽ അത് സത്യമായി തീരും. ഇത് തന്നെയാണ് സാമ്രാജ്യത്വ ശക്തികൾ ലോകത്ത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൂടിയിരിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ കുറിച്ച് വഹാബികൾ എന്ന് വിളിക്കാറുണ്ട് സാധാരണ, അല്ലെ? എതിരാളികൾ. എന്താണ് ഈ വഹാബി എന്ന പ്രയോഗത്തിന്റെ കാരണം? എവിടെയാ? നമ്മൾ പലപ്പോഴും വിചാരിക്കല് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, സൗദിയിലെ നജ്ദിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ചേർത്തിക്കൊണ്ടാണ് വഹാബികൾ എന്ന് പറയുന്നത്. അല്ല. ലോകത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചെയ്തൊരു പണിയുണ്ട്. തങ്ങൾക്ക് എതിരായിട്ട് ഏത് ഇസ്ലാമിക് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ആ മൂവ്മെന്റുകളെ മുഴുവനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ വിളിച്ചു പോന്ന പേരാണ് വഹാബികൾ എന്ന്. അതാണ് ഒന്ന് സൗദിയിലുണ്ടായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ തൗഹീദി മൂവ്മെന്റിനെ വഹാബികൾ എന്ന് വിളിക്കാൻ കാരണം. അതിന് മാത്രമല്ല, ഇന്ത്യയിൽ സയ്യിദ് അഹമ്മദ് ഷഹീദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള മൂവ്മെന്റിനെ ബ്രിട്ടീഷുകാർ വിളിച്ച പേരാണ് വഹാബി പ്രസ്ഥാനം എന്നത്. എന്താ ഇങ്ങനെ വിളിക്കാൻ കാരണം? ലോകത്ത് 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്, അതാണ് വഹാബി പ്രസ്ഥാനം. ശരിക്കും 2-ാം നൂറ്റാണ്ടിൽ മൊറോക്കോ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഇബാലി പ്രസ്ഥാനത്തിന്റെ വഹാബ് ബിൻ റുസ്തം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കഠിന ശത്രുവായ മനുഷ്യനുണ്ട്. അയാളുടെ നേതൃത്വത്തിലുള്ള വഹാബി പ്രസ്ഥാനം ആയിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. 100 കണക്കിന് പള്ളികൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇവർ ഇബാലി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ്. ഏതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിറുക്ക് പിടിച്ച കുറച്ചാളുകളില്ലേ, എക്സ് മുസ്ലിം എന്ന് പറയുന്നത്, ഇതുപോലത്തെ ഒരു വിഭാഗമാണ് ഇബാലി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇവരേറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെയാണ്, ഏറ്റവും കൂടുതൽ തകർത്തിട്ടുള്ളത് മുസ്ലിം പള്ളികളാണ്, ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയിട്ടുള്ളത് മുസ്ലിം പണ്ഡിതന്മാരെയാണ്. ഇതാണ് വഹാബി പ്രസ്ഥാനം. ഇതിന് ലോകത്തൊരു പ്രചരണമുണ്ട്. ഈ പദത്തെ, ഈ പേരിനെ ബ്രിട്ടീഷുകാരൊരു പണി ചെയ്തു. തങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ മുസ്ലിം മൂവ്മെന്റുകൾക്കും ഇസ്ലാമിക മൂവ്മെന്റുകൾക്കുമെതിരെ വഹാബി പ്രസ്ഥാനം എന്ന് പ്രചരിപ്പിച്ചു. അപ്പോൾ അത് ലോകമങ്ങ് ഏറ്റെടുത്തു. അങ്ങനെയാണ് മുഹമ്മദിന്റെ പ്രസ്ഥാനത്തിന് വഹാബി പ്രസ്ഥാനം എന്ന പേര് വന്നത്. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നാണ്
ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് വഹാബ് എന്നത്. പക്ഷേ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലേക്കാണ് വഹാബി പ്രസ്ഥാനം ചേർത്തത്. എന്ന് പറഞ്ഞത് ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് ഒരു പ്രചരണം, നുണപ്രചരണം വ്യാപകമായി അടിച്ചുവിടുക, ഇല്ലാത്ത കല്ല് വച്ച നുണ വ്യാപകമായി അടിച്ചുവിടുക, എന്നിട്ട് അത് പിന്നെ സത്യമായി തീരുക. ഇതാണ് ഇസ്ലാമോഫോബിയക്ക് അതിൻ്റെ പ്രചരണത്തിന് അത് ശക്തി കൂട്ടാൻ എല്ലാ കാലത്തും ശത്രുക്കൾ കണ്ടുപിടിച്ച മാർഗമെന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ആരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്? ഇനി നിങ്ങൾ നോക്കൂ, ഒരു പ്രചരണമുണ്ട്. എന്താ അത്? ലോകത്ത് ഇസ്ലാം വ്യാപകമായാൽ, ഒരു രാജ്യത്ത് ഇസ്ലാം വ്യാപകമായാൽ അവിടെ പിന്നെ മറ്റ് മതസ്ഥരൊക്കെ പീഡിപ്പിക്കപ്പെടും. അതാണിപ്പോൾ കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ മോഹൻ ഭാഗവത്താണെങ്കിലും അതുപോലെ തന്നെ ശശികല ടീച്ചറാണെങ്കിലും ഏതേത് വിഷം ചീറ്റുന്ന നാവുകളാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്. 2050 ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകും. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ പിന്നെ ഇവിടെ മറ്റുള്ളവർക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല. അതിന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ കണക്കിലേക്ക് ഞാൻ വരാം. എങ്ങനെയാണ് ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചയും തളർച്ചയും വരുന്നതെന്ന കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷെ ഒന്നുണ്ട്, ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ അവിടെ അന്യമതസ്ഥർ, മറ്റ് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടും എന്ന പ്രചരണത്തിന് എന്താണ് അടിസ്ഥാനം? നോക്കൂ നിങ്ങൾ, ലോകത്ത് എവിടെയാ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളത്? ഏഷ്യൻ രാജ്യങ്ങളിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. ഏഷ്യയിലെ ജനസംഖ്യയിൽ 25%-യും 30%-യും ഇടയിൽ മുസ്ലിങ്ങളാണ്. ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഒരു ശതമാനം മുസ്ലിം രാജ്യങ്ങളാണ്. GCC രാഷ്ട്രങ്ങളാണെങ്കിലും ശരി, ഇന്തോനേഷ്യ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഒക്കെ മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഇനി ഈ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. മലേഷ്യ 70%-ലേറെ മുസ്ലിമീങ്ങൾ ഉള്ള രാജ്യമാണ് മലേഷ്യ. പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാജ്യമാണ്. പക്ഷേ 100 കണക്കിന് ഹൈന്ദവ ക്ഷേത്രമുണ്ട് അവിടെ. 6% മലേഷ്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ. 100 കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് അവിടെ. ഇന്ന് വരെ മലേഷ്യ നിലവിൽ വന്നിട്ട് ഏകദേശം 10-70 വർഷക്കാലമായി. ഇന്ന് വരെ മലേഷ്യയിൽ ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള മലേഷ്യയിൽ ഏതെങ്കിലും ഒരു ഹിന്ദു, ബുദ്ധ, ജൈന, ക്രൈസ്തവ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ട ഒരു ചരിത്രം, ഒരു സംഭവം മലേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 79% ഇന്തോനേഷ്യയിലെ മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. അവിടെ 12%-ലേറെ ഹിന്ദുക്കളുണ്ട്, 7%-ലേറെ ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ ഇന്തോനേഷ്യൻ ഭരണകൂടത്തിൽ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഹൈന്ദവരായ സഹോദരങ്ങളുണ്ട്. ഇന്തോനേഷ്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് സംസ്കരിക്കപ്പെട്ട സംസ്കൃതമാണ്. ഒരുപക്ഷെ ലോകത്ത് സംസ്കൃത ഭാഷയ്ക്ക് ഇത്രയേറെ പ്രചരണം കിട്ടിയിട്ടുള്ള രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യയുടെ അത്രേ ഇന്ത്യയിൽ പോലും കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ സംസ്കൃത ഭാഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്, അല്ലേ? എന്നിട്ട് ഇന്ത്യയിൽ ഇത്ര കാലമായിട്ട് സംസ്കൃതത്തിനുണ്ടാക്കിയ പുരോഗതി എന്താ? സമ്പ്രതി വാർത്താഹ ശ്വയന്ത പ്രവാചക ബലദേവാനന്ദ സാഗര, അല്ലെ? ഇടി വാർത്താഹ. ഇത്ര അല്ലാതെ ഇതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും സംസ്കൃതത്തിന് നമ്മുടെ നാട്ടിലെ ഭരണകൂടം എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ആ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയിൽ സംസ്കൃതത്തിന് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നു. അവിടുത്തെ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് സംസ്കരിക്കപ്പെട്ട സംസ്കൃതമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കല്ല് പോലും ഇന്തോനേഷ്യയിൽ നിന്ന് ഇളക്കപ്പെട്ട ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. ബംഗ്ലാദേശ് 90%-ലേറെ 80%-ലേറെ മുസ്ലിമീങ്ങളുടെ രാജ്യം, 10-12% ഹിന്ദുക്കളുണ്ട്. ഇന്നിപ്പോൾ എന്താ നമ്മുടെ നാട്ടിൽ NRC നടപ്പിലാക്കാൻ പോകുന്നു, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പോകുന്നു. എന്തിനാ? വല്ലാത്ത സങ്കടമാണ്. ആരോടാ? അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കളോട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പീഡനം അനുഭവിച്ചു വരുന്ന ഹിന്ദുക്കളെ കാലും കയ്യും നീട്ടി സ്വീകരിക്കാൻ നരേന്ദ്രമോദിക്ക് വല്ലാത്ത തിരക്കാണ്. പക്ഷേ
അഫ്ഗാനിൽ ആകെയുള്ള ഹിന്ദുക്കളുടെ എണ്ണം അറിയോ നിങ്ങൾ? 1000-1500 ഇടയിൽ ഹിന്ദുക്കളാണ് ആകെ അഫ്ഗാനിസ്ഥാനുള്ളത്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ വെമ്പല് കൊള്ളുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര പേർക്ക് ബംഗ്ലാദേശിൽ നിന്ന് മതപീഡനത്തിന്റെ പേരിൽ ഓടിപ്പേറേണ്ടി വന്ന എത്ര പേർക്കാ ഇന്ത്യയിൽ പൗരത്വം കൊടുക്കേണ്ടി വന്നത്? ആർക്കുമില്ല, ആർക്കും കൊടുക്കേണ്ടി വന്നില്ലല്ലോ. കാരണം എന്താ? അങ്ങനെയൊന്നില്ല. കഴിഞ്ഞ ഷെയ്ഖ് ഹസീന മന്ത്രിസഭയിൽ 5 മന്ത്രിമാർ ഹിന്ദുക്കളാണ്. 80% മുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശിലെ ഭരണകൂടത്തിൽ ഇപ്പൊ ഈ യൂനിസ് ഖാന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവ ഭരണകൂടം വരുന്നതിന്റെ തൊട്ട് മുമ്പ് ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തിൽ 5 ഹിന്ദുക്കളാണ് അവിടെ മന്ത്രിമാരായിട്ടുണ്ടായിരുന്നത്. ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ അവിടെ മറ്റുള്ള മതസ്ഥർ പീഡിപ്പിക്കപ്പെടുമെന്ന പ്രചണ്ഡമായ പ്രചരണം അയച്ചുവിടുക എന്താ യാഥാർത്ഥ്യം? നിങ്ങൾ നോക്കൂ, നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ പഴയ ഒരു സെക്രട്ടറി ജനറൽ ബുത്രോസ് ഖാലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കോപ്റ്റിക് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ഏത് രാജ്യത്താ? 75% മുസ്ലിമുകളുള്ള ഈജിപ്തിൽ നിന്നാണ് കോപ്റ്റിക് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ബുത്രോസ് ഖാലി എന്ന് പറയുന്ന മനുഷ്യന് ലോകത്തോളം ഉയരാൻ സാധിച്ചത്. ഈജിപ്തിന്റെ പ്രതിനിധിയായിട്ടാണ് UNOയിൽ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് വരുന്നത്. ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ആ രാജ്യത്തെ മറ്റ് മതസ്ഥർ പീഡിപ്പിക്കപ്പെടുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് ബുത്രോസ് ഖാലി വന്നത്. ഇനി ഇറാൻ റിപ്പബ്ലിക് ഓഫ് ഇസ്ലാം ആണ്. പക്ഷേ ഇറാനിലെ ടെഹ്റാനിൽ അവിടെ മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട സുന്നി പള്ളികളുള്ളത് 3 എന്നാൽ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ ജൂതന്മാരുടെ, ഇസ്ലാമിന്റെ മാത്രമല്ല ഇറാന്റെ പോലും കഠിന ശത്രുക്കളായ ജൂതന്മാരുടെ 10 സിനഗോഗുകൾ ഇറാനിന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫലസ്തീനിൽ ആയിരക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയ, രക്തം കുടിക്കുന്ന ഹിംസ്ര ജന്തുക്കളായ ഇസ്രയേലിന്റെ ഈ ക്രൂരത നടക്കുമ്പോഴും ഇറാനിലെ ഒരു സിനഗോഗിലിന്റെ ഒരു കല്ലിന് പോലും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, UAE 90%-95% മുസ്ലിമീങ്ങൾ മാത്രമുള്ള രാജ്യമാണ്. അവിടെയാണ് ഒരുപക്ഷെ നമ്മുടെ നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ തന്നെ യോഗിയൊക്കെ കൂടി ആകെ കൊട്ടിഘോഷിച്ചൊരു ക്ഷേത്രം പണിതു. എവിടെയാ? അയോധ്യയിൽ. 440 വർഷക്കാലം മുസ്ലിം സമുദായം ആരാധന നടത്തിയിരുന്ന പള്ളി തകർത്തെറിഞ്ഞിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിതു. ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയുടെ യശസ്സുയർത്താൻ രാമൻ്റെ ജന്മഭൂമിയിൽ, രാമജന്മഭൂമി ഏറ്റവും വലിയ ക്ഷേത്രം. എന്നിട്ട് എന്താ, മഴ പെയ്തപ്പോൾ കംപ്ലീറ്റ് ചോർന്നൊലിക്കുക. കാരണം എന്താ? തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. കാശ് മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളെ പറ്റിച്ചിട്ട് പോക്കറ്റിലാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള ഭരണകൂടം. എന്നാൽ നിങ്ങൾ UAEയിലേക്ക് ചെന്ന് നോക്കൂ. അബുദാബിയിൽ അതിമനോഹരമായ ഹൈന്ദവ ക്ഷേത്രം 5 ചില്ലിക്കാശ് ആരിൽ നിന്നും കടമെടുക്കാതെ ഭരണകൂടം വെച്ചു കൊടുത്തിരിക്കുന്നു. 95% മുസ്ലിമീങ്ങൾ, തദ്ദേശീയരായിട്ട് 1% പോലും ഹിന്ദുക്കളില്ല. എന്നിട്ട് അവിടേക്ക് ജോലിക്ക് വരുന്ന, അവിടേക്ക് കുടിയേറിപ്പാർക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഹൈന്ദവ ക്ഷേത്രം UAEയിൽ പണിതു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായാൽ അവിടെ മറ്റ് മതസ്ഥർ പീഡിപ്പിക്കപ്പെടുമെന്ന കള്ളപ്രചരണം, അതിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചു, കള്ളപ്രചരണങ്ങൾ അടിച്ചു വിടുക. എന്നിട്ട് എന്താ? ഞാൻ നോക്കൂ, നമ്മുടെ തൊട്ടടുത്ത ശ്രീലങ്കയിൽ 10% മുസ്ലിമീങ്ങൾ. ശ്രീലങ്കയിലെ 80%-ലേറെ വരുന്ന 70%-ലേറെ വരുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് ബുദ്ധന്മാരാ. ഈ ബുദ്ധന്മാരാരാ? ചരിത്രം പഠിക്കണം.
ബുദ്ധമതം എന്ന് പറയുന്നത് ശ്രീബുദ്ധന്റെ ബുദ്ധമതമുണ്ടാകുന്ന ഇന്ത്യയിലാണ്. എന്നിട്ട് എൻ്റെ ഇന്ത്യയിൽ ബുദ്ധന്മാർ ന്യൂനപക്ഷമായി പോയി. ഇവിടെയുള്ള സവർണ ഫാസിസ്റ്റുകൾ അവരെ ആട്ടി ഓടിച്ചതാ, തകർത്ത് തരിപ്പണമാക്കിയതാ. ലക്ഷക്കണക്കിന് ബുദ്ധ സന്യാസ മഠങ്ങളാണ് തകർത്തെറിഞ്ഞു കളഞ്ഞിട്ടുള്ളത്. അങ്ങനെയാ ജപ്പാനിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലുമൊക്കെ ബുദ്ധമതസ്ഥർ കൂട്ടമായി കുടിയേറി പാർക്കുന്ന അവസ്ഥ വന്നത്. ശ്രീലങ്കയിൽ മഹാഭൂരിപക്ഷവും ബുദ്ധന്മാരാ. 10% അവിടുത്തെ ഹിന്ദു ജനസംഖ്യ. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ എവിടെയാണ് ഉള്ളതെന്നറിയോ? അത് ശ്രീലങ്കയിലാണ്. നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ലിൽ അതില്ലട്ടോ. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇവിടെ നിന്നൊക്കെ വരുന്ന ഹിന്ദു സഹോദരങ്ങൾക്ക്, ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന സഹോദരങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കും. എന്നാൽ തൊട്ടടുത്ത് മൂക്കിൻ്റെ താഴെയാണ് ശ്രീലങ്ക. ആ ശ്രീലങ്കയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്. അവർക്ക് പൗരത്വം കൊടുക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. അത് വേറെ വിഷയം പോട്ടെ. ഞാൻ സൂചിപ്പിച്ചത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം രാഷ്ട്രങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളുള്ളതെങ്കിൽ ആ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരൊറ്റ മുസ്ലിം രാഷ്ട്രത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ക്ഷേത്രങ്ങൾ, ബൗദ്ധ, ജൈന ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ട ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ വളരെ ചുരുങ്ങിയ രാഷ്ട്രങ്ങൾ മാത്രമേ മറ്റ് പല മതസ്ഥരും ഭൂരിപക്ഷമുള്ളതുള്ളൂ. അവിടെ ഹൈന്ദവ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇവിടെയാണ് ഇസ്ലാമോഫോബിയയുടെ പ്രചാരകന്മാർ ശ്രദ്ധിക്കേണ്ടത്. മുസ്ലിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഭൂരിപക്ഷമായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മറ്റുള്ളവർ സംരക്ഷിക്കപ്പെടുകയേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഏതറിയോ? നമ്മൾ ഇന്ന് ഫലസ്തീനിലെ പാവം മനുഷ്യരെ പീഡിപ്പിക്കുന്ന ഇസ്രായേലിയരില്ലേ, ജൂതന്മാർ. ഈ ജൂതന്മാർ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് ഇസ്ലാമിക സ്പെയിനിലാണ്. ഒരു കാലത്ത് ആട്ടി ഓടിക്കുകയാണ് എല്ലാ രാജ്യത്തുനിന്നും. റഷ്യയിൽ നിന്ന്, അൾജീരിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, എല്ലാ രാജ്യത്തും. ഇത് അത്രയും വൃത്തിയിട്ട സാധനങ്ങളാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ആട്ടി ഓടിക്കും എല്ലാ രാജ്യത്തുനിന്നും. പക്ഷേ ഇസ്ലാമിക സ്പെയിനിൽ മാത്രമാണ് ജൂത സഹോദരങ്ങൾ ഇസ്രായേൽ നിലവിൽ വരുന്നതിൻ്റെ മുമ്പ് ഏറ്റവും കൂടുതൽ സുഖമായി ജീവിച്ചത്. മൂസസ് മൈനോഡ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ശേഷം ജൂതന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പുണ്യപുരുഷനാണ് അദ്ദേഹം. ഇസ്ലാമിക സ്പെയിനിലാണ് അദ്ദേഹം ജനിച്ചത്. ഇസ്ലാമിക സ്പെയിനിലെ ഭരണാധികാരികളുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇബ്നു റുഷ്ദിൻ്റെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം ശാസ്ത്രലോകത്തേക്ക് കടന്നു വന്നത്. പറഞ്ഞത് ഇസ്ലാമോഫോബിയയുടെ പ്രചാരകന്മാർ പലപ്പോഴും ലോകത്ത് പ്രചരിപ്പിക്കുന്നതാണ് മുസ്ലിങ്ങൾ ഒരു രാജ്യത്ത് ഭൂരിപക്ഷമായാൽ ആ രാജ്യത്ത് പിന്നെ മറ്റുള്ള മതസ്ഥർക്ക് രക്ഷയുണ്ടാവില്ല എന്നത്. കള്ളത്തരമാണ്. ഇനി ഇന്ത്യയിലേക്ക് വരും നിങ്ങൾ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? ഇന്ത്യ 700-900 വർഷക്കാലം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്. എവിടെ? ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഇവിടെയൊക്കെ മുസ്ലിം ഭരണമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നും മധ്യപ്രദേശിലെ മുസ്ലിം ജനസംഖ്യ എത്രയാണെന്നറിയ നിങ്ങൾ? 10%. 600 കൊല്ലക്കാലം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ടുള്ള മധ്യപ്രദേശിൽ ഇന്നും മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ 10%. എന്നാൽ കശ്മീർ ഹൈന്ദവ രാജാക്കന്മാരാണ് നൂറ്റാണ്ടുകളോളം ഭരിച്ചിട്ടുള്ളത്. പക്ഷേ കാശ്മീരിലെ ജനസംഖ്യ, മുസ്ലിം ജനസംഖ്യ 90%. എവിടെയാ മുസ്ലിം ഭരണകൂടം? ആരെയാ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയത്? ചരിത്രം ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ? ഇന്നിപ്പോ
ഭരണം നടത്തുന്ന ആളുകൾ ഭരണഘടനയുടെ സംരക്ഷണം, ഭരണഘടന അങ്ങനെയാണ്, രാഷ്ട്രസ്നേഹം ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ മഹാന്മാരെ ആരെയും ആ ബ്രിട്ടീഷുകാരുടെ തീ തുപ്പുന്ന പീരങ്കിക്ക് മുന്നിൽ വിരിമാറ് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യയിലെ ഈ വലിയ വീരന്മാരെ ആരും അന്ന് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ജയിലിൽ നിന്ന് മാപ്പെഴുതി കൊടുത്ത് ഷൂ നക്കിയിട്ട് പുറത്തു വന്നവരുടെ പിൻതലമുറയാണിവർ. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ള ചിത്രം എന്തെന്നറിയുമോ? വിരിമാറ് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അവർ പോയത്. ഇവിടെയാണ് ഇന്ത്യയിൽ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിലത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇന്ത്യയിലും കേരളത്തിലുള്ള ചില പ്രചരണങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇന്ത്യയിലെ മദ്രസകൾ അത് തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ്, ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ്. എന്താ കാരണം? അത് മുസ്ലിങ്ങളാണ് നടത്തുന്നത്. മുസ്ലിങ്ങൾ നടത്തുന്ന മദ്രസകൾ അത് തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ്, ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ്. ഇനി ഭീകരവാദത്തിൻ്റെ ഒരു ചിത്രം കൂടി നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഇന്ത്യയിൽ 2001 ശേഷമാണ് ഭീകരവാദ അക്രമങ്ങൾ ഏറ്റവും കൂടുതൽ വ്യാപകമായത്. അതിന് ചില ചിത്രവും കൂടിയുണ്ട്. 991 ശേഷമാണ് ഇന്ത്യയിലെ ഇത്രയും വലിയ മതസ്പർദ്ധക്ക് തുടക്കം കുറിച്ചത്. മദ്രസകൾ തീവ്രവാദത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ്. എവിടെയാ? ലക്നൌവിലെ ദാറുൽ ഉലൂം, അതുപോലെയുള്ള വിശ്വവിഖ്യാതരായ പണ്ഡിതന്മാർ നയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തീവ്രവാദത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഭീകരവാദം, ഇന്ത്യയിലുണ്ടായ ഭീകരവാദത്തെക്കുറിച്ച് ഒരു ചെറിയ പരിശോധന നടത്തേണ്ടത്. ഇന്ത്യയിലെ 2000 ശേഷം ഇങ്ങോട്ട് ഏകദേശം 8500 ഏറെ ഭീകരവാദ അക്രമങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇതിൽ 42% തീവ്രവാദ അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത് തീവ്ര ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ നക്സലൈറ്റുകളും മറ്റുമാണ് ഈ ഭീകരവാദം നടത്തിയിട്ടുള്ളത്. 35% ഭീകരവാദ അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള ബോഡോ കലാപകാരികളെ പോലെ, ആസാം സ്റ്റുഡൻസ് യൂണിയനെ പോലെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലെ ഇവരാണ്. ബാക്കി 22% ഭീകരവാദ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള, ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, മുസ്ലിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രാദേശികമായ തീവ്രവാദ ശക്തികളാണ്. നോക്കൂ നിങ്ങൾ, ഏകദേശം 98%. 2% ഭീകരവാദ അക്രമങ്ങളിലാണ് മുസ്ലിങ്ങൾ ആരോപണ വിധേയമെങ്കിലും ആകുന്നത്. അത് മലേഗാവ് സ്ഫോടനം അതിൽപ്പെട്ടതാണ്, അജ്മീർ സ്ഫോടനം അതിൽപ്പെട്ടതാണ്. ആരോപണ വിധേയമായത് പോലും 2% മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ളത്. പക്ഷെ എന്താ പ്രചരണം? ഭീകരവാദി ആരാ? തലപ്പാവ് ധരിച്ച, താടി വെച്ച, നിസ്കാരത്തായമ്പുള്ള ഒരു മനുഷ്യൻ, അവൻ ഭീകരവാദി. ബോഡോ കലാപകാരികൾ, അവർ ഭീകരവാദികളല്ല. ആസാം സ്റ്റുഡൻസ് യൂണിയൻ, അവർ ഭീകരവാദികളല്ല. ഇവിടെയുള്ള പ്രാദേശിക തീവ്രവാദികൾ, അവർ ഭീകരവാദികളല്ല. ഭീകരവാദി ആരാ? മുസ്ലിം. ഈ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് മദ്രസകളെ കുറിച്ച് പറയുന്നത്. സമയം കുറവായതുകൊണ്ട് ആഴത്തിലതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഉത്തരേന്ത്യയിലെ മദ്രസകൾ എന്ന് പറയുന്നത് അവിടെയുള്ള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ്. അവിടെ പഠിപ്പിക്കുന്നത് രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന ഹൈന്ദവ നവോത്ഥാന നായകൻ ഒരു മദ്രസ വിദ്യാർത്ഥിയായിരുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ പശ്ചിമ ബംഗാളിൽ മദ്രസ ബോർഡ് നടത്തിയ പരീക്ഷയിൽ 10ാം ക്ലാസ്സിൽ 1ാം റാങ്ക് നേടിയത്, 1ഉം 2ഉം റാങ്ക് നേടിയത് 2 ഹിന്ദു സഹോദരിമാരാണ്. ഇതാണ് മദ്രസ. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തെ കാണാതെ പ്രചണ്ഡമായൊരു പ്രചരണം അയച്ചു വിടുക മദ്രസ ഭീകരവാദ പ്രസ്ഥാനമാണ്. അതിൻ്റെ അവസാനത്തെ പതിപ്പാണ്. ഇവിടെ കുറച്ച് ആളുകൾ, കാസയെ പോലെയുള്ള ആളുകളുണ്ട്, തലമറന്ന് എണ്ണ തേക്കുന്ന ആളുകൾ. നമുക്ക് ഈ രാജ്യത്തുള്ള, കേരളത്തിലുള്ള തീവ്ര ക്രൈസ്തവ ഭീകരവാദികളോട്, കാസയോട് പറയാനുള്ളത്,
തലമറന്ന് എണ്ണ തേച്ചാൽ മണിപ്പൂർ മറന്നു പോകരുത്. ലോക ചരിത്രത്തിൽ ഇത്രയേറെ വലിയ ഭീകരത വേറൊരുത്തിലുണ്ടാവില്ല. 2 സഹോദരിമാരെ നഗ്നരാക്കി നടത്തിയിട്ട് കൂട്ടമായി ബലാത്സംഗം ചെയ്തത് ഇന്ത്യയിലെ ഹൈന്ദവ ഭീകരവാദികളല്ലേ? എന്നിട്ട് അതിന് ഓശാന പാടാൻ നിൽക്കുകയാണ്. കേരളത്തിലും എങ്ങനെയെങ്കിലും ഇവരെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാസയുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും നടന്നത് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ആ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഭീകരവാദത്തെ മറന്നു പോകരുത് നിങ്ങൾ. ഇവിടെ കേരളത്തിൽ ഇപ്പം എന്താ പറയുക, ലവ് ജിഹാദാണ് അല്ലേ? എന്താ ലവ് ജിഹാദ്? മുമ്പ് സെഹൻഷാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, കോട്ടയം സ്വദേശിയാണ്. MSFന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്നു സെഹൻഷാ. അദ്ദേഹവും ഒരു പെൺകുട്ടിയും തമ്മിൽ പ്രേമമായി. സ്വാഭാവികമാണ്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ പ്രേമുണ്ട്. അതിന് മതമില്ല, ജാതിയില്ല, വർഗ്ഗമില്ല, ഒന്നുമില്ല. പ്രേമത്തിന് കണ്ണുമില്ല, കാതുമില്ല അല്ലേ? ഞങ്ങളതിനെതിരാ, ഇസ്ലാം അതിനെതിരാ. ഒരു മുസ്ലിം അമുസ്ലിം കുട്ടിയെ പ്രേമിക്കരുത് എന്ന് മാത്രമല്ല, മുസ്ലിം പെൺകുട്ടിയെ തന്നെ പ്രേമിക്കുന്നതിന് ഇസ്ലാം എതിരാ. അതിൻ്റെ സാങ്കേതിക വശം വേറെ ഉള്ളതാ. പക്ഷേ സെഹൻഷാ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് കോഴിക്കോട്ടെത്തിയിട്ട് രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിച്ചു. ഒരുപാട് ആളുകൾ അങ്ങനെ കല്യാണം കഴിക്കാറുണ്ട്. പക്ഷേ അബദ്ധവശാൽ അത് കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനന്തരവളായിരുന്നു ആ പെൺകുട്ടി. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പദപ്രയോഗം കോടതിയിൽ കൊടുക്കുന്നത് കേരളത്തിലെ പോലീസാണ്. ആർക്ക് വേണ്ടി? ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനന്തരവൾക്ക് വേണ്ടിയിട്ട് ഇത് ലവ് ജിഹാദാണ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടായത് ഉത്തരേന്ത്യയിലാണ്. ഇപ്പോഴും കേരളത്തിലും പല പിതാക്കളും പല മതപണ്ഡിതന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലവ് ജിഹാദ്. എനിക്ക് സമയമില്ല, സമയം കുറവാണ്. അത് കണക്ക് കൃത്യമായി പഠിക്കണം നിങ്ങൾ. അട്ടപ്പാടിയിൽ പോവുക. അട്ടപ്പാടിയുടെ മലമടക്കുകളിൽ എത്രയോ സഹോദരിമാരെ കാണാം. അവരുടെ പേര് നസീമ എന്നാണ്, ഫൗസിയ എന്നാണ്, ഖദീജ എന്നാണ്. അവരെവിടെ നിന്നാ? ഇരിട്ടിയിലുള്ള, അതുപോലെ തന്നെ ഇവിടെ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലുള്ള മുസ്ലിം പെൺകുട്ടികൾ അവരെ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഹിന്ദുക്കളായ ക്രൈസ്തവരായ ചെറുപ്പക്കാർ അവിടെ താമസിക്കുന്നത് അട്ടപ്പാടിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ഓരോ ജില്ലകളുടെ കണക്കെടുത്ത് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്റർകാസ്റ്റ് മാരേജ്, രജിസ്റ്റേർഡ് മാരേജ് നടന്നത് എത്രയെന്ന് പരിശോധിച്ചാൽ മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടുള്ള RSS പ്രവർത്തകരുടെ ചിത്രം കാണാൻ സാധിക്കും. പക്ഷേ പേരെന്താ? ലവ് ജിഹാദ്. അങ്ങനെ ഒരു ജിഹാദില്ല. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജിഹാദ് എന്ന് പറയുന്നത് ഒരു പുണ്യ പ്രവർത്തനത്തിന്. നാർക്കോട്ടിക് ജിഹാദ് എന്താ സാധനം? മയക്കുമരുന്ന് ജിഹാദ്. ഇസ്ലാം ലോകത്തോട് പറഞ്ഞു തന്നെ റിജ്സുമ്മിൻ അമലി ശൈത്വാൻ, അത് പൈശാചികതയാണ്, നിങ്ങൾ അതിനോട് അടുക്കുക പോലും ചെയ്യരുത്. എന്നിട്ട് പറയണെന്താ? നാർക്കോട്ടിക് ജിഹാദ്, മയക്കുമരുന്ന് ജിഹാദ്. കൂട്ടരെ, ഇത് ഒരു പദത്തിൻ്റെ സാങ്കേതിക പദാർത്ഥമെങ്കിലും പഠിക്കണ്ടേ? നിങ്ങൾക്ക് ജിഹാദ് കാണണോ? ഞങ്ങളുടെ കൂടെ വരൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുക്കലെത്തൂ. അവിടെ നിങ്ങൾക്ക് കാണാം കെയർ ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഞങ്ങൾ ജിഹാദ് ചെയ്യുന്നവരാ, ഒരു സംശയമില്ല. ഞങ്ങൾ ജിഹാദിൻ്റെ ആൾക്കാരാ. എന്താ ജിഹാദ് എന്നറിയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുക്കൽ പട്ടിണി പാവങ്ങളായ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി പേഷ്യൻസ് ഉണ്ട്. അവരെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കുന്നു. ഈ കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ 100 കണക്കിന് ടോയ്ലറ്റുകൾ ഉണ്ടാക്കി കൊടുത്തത് ISMന്റെ പ്രവർത്തകന്മാരുണ്ടാക്കി കൊടുത്തത് ഒരു ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇവിടെ പ്രമുഖമായ ഹോസ്പിറ്റലുകൾക്കടുകൾ ചെന്ന കാണാം താടി വെച്ചിട്ടുള്ള നിസ്കാര തയമ്പുള്ള കുറെ ചെറുപ്പക്കാർ. അവർ രാവിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക. അതവരുടെ ജിഹാദാണ്. ഇതാണ് ജിഹാദ്. അല്ലാതെ തെമ്മാടിത്തത്തിന് പറയുന്ന പേരല്ല ജിഹാദ് എന്ന് പറയുന്നത്.
വഖഫ് ഭൂമിയുടെ പ്രശ്നം ഇൻഷാ അല്ലാഹ് എൻ്റെ പിറകെ വരുന്ന ആരെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ നമ്മുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. പാർലമെൻറ്റിലേക്ക് നമ്മൾ അയച്ചൊരു MP ഉണ്ട്. അയാൾക്ക് ഭരണഘടന എന്താണെന്നറിയില്ല, അയാൾക്ക് ഇന്ത്യ എന്താണെന്നറിയില്ല, അയാൾക്ക് എന്താണ് ഗവൺമെൻറ് വകുപ്പ് എന്ന് തന്നെ അറിയില്ല. കോമാളി വേഷം കെട്ടുന്നവരെ പാർലമെൻറ്റിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്ന ഗതികേടുള്ളവരാണ് കേരളീയർ. അതല്ലേ തൃശ്ശൂരിൽ സംഭവിച്ചത്? വഖഫ് എന്ന് പറയുന്ന കിരാതമായൊരു നിയമം ഉണ്ടെന്നാ. വഖഫ് എന്താണെന്നറിയണ്ടേ? ഇവൻ ഭരിക്കുന്ന, ഈ ചങ്ങായി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു വകുപ്പിന്റെ പേരാ വഖഫ് വകുപ്പ്. അതിനെക്കുറിച്ചാ പറയണത് ഇതൊരു കിരാത വകുപ്പാണ്. വേറെ വല്ല പണിക്കും പോയിക്കൂടെ ഇവനൊക്കെ? ഏറ്റവും ചുരുങ്ങിയ ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും പാർലമെന്റിലൊക്കെ പോകുമ്പോൾ കാണിക്കണ്ടേ? ആ വഖഫിന്റെ പ്രശ്നത്തെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.